എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ SHO ഒരു സ്ത്രീയെ മർദ്ദിക്കുന്ന രംഗം അത് ഇപ്പം വൈറലായി. ഹൈക്കോടതി നിർദ്ദേശാനുസരണം പോലീസ് ആ സ്ത്രീയും പുരുഷനും പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന സന്ദർഭത്തിലെ CCTV ദൃശ്യം വേണം എന്നാവശ്യപ്പെട്ട് ആ സ്ത്രീ കൊടുത്ത പരാതി അനുവദിച്ച് ആ CCTV ദൃശ്യം ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്നു. അത് വളരെ വൈറലായി കേരളം മുഴുവൻ, ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ആ SHO ആ സ്ത്രീയെ ചെകിട്ടത്തടിക്കുന്ന ദൃശ്യം നമുക്കെല്ലാവർക്കും കാണാം. പ്രതാപചന്ദ്രൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ SHO ആയിരിക്കുന്ന സന്ദർഭത്തിൽ അയാളുടെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ സെൻട്രൽ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു ടൂറിസ്റ്റ് ഹോം നടത്തുകയാണ്. ബെഞ്ചോ ബേബി എന്ന തൃശ്ശൂർക്കാരനും അയാളുടെ ഭാര്യ NJ ഷൈമോളും. അവർക്ക് 2 കൊച്ചു കുട്ടികളുണ്ട്. ആ ബെഞ്ചോ തൻ്റെ ടൂറിസ്റ്റ് ഹോമിൻ്റെ മുൻവശത്ത് നിൽക്കുമ്പം 2 പോലീസുകാർ അവിടെ മഫ്റ്റിയിൽ വന്ന് ആ ടൂറിസ്റ്റ് ഹോമിൻ്റെ മുൻവശത്തുള്ള ഒരാളെ മർദ്ദിക്കുന്നത് കണ്ടു. അത് സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരാണെന്ന് ബെഞ്ചോയ്ക്ക് അറിയാം. കാരണം ഇയാൾ ടൂറിസ്റ്റ് ഹോം നടത്തുന്ന, എപ്പോഴും പോലീസ് അവിടെ വരുന്നതാണ്. അദ്ദേഹത്തെ ഈ വ്യക്തിയെ 2 പോലീസുകാർ മഫ്റ്റിയിലിട്ട് മർദ്ദിക്കുന്ന ദൃശ്യം തൻ്റെ മൊബൈലിൽ പകർത്തി. ഇത് പോലീസുകാർ കണ്ടു. അവരുടെ SHO പ്രതാപചന്ദ്രനെ വിവരം അറിയിച്ചു. ഞങ്ങൾ അവരെ പിടിച്ചുകൊണ്ട് വന്ന് അവനെ മർദ്ദിക്കുന്ന വിവരം അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അയാളെ SHO പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് വന്നു. എന്തധികാരത്തിൻ്റെ പുറത്താണ് ആ മനുഷ്യൻ അത് അയാളുടെ മൊബൈൽ റെക്കോർഡ് ചെയ്തതിന് പിടിച്ചുകൊണ്ട്? അതിനകത്ത് എന്താണ് ഓഫൻസ് എന്ന് മനസ്സിലാകുന്നില്ല. SHO ഏതായാലും പിടിച്ചുകൊണ്ട് വന്നു, കാരണം അവർക്ക് ദൂഷ്യം ചെയ്യുമല്ലോ. പിടിച്ചുകൊണ്ട് വന്ന് ഇയാളെ മർദ്ദിച്ചു. ഇത് അറിഞ്ഞ് ബെഞ്ചോയുടെ ഭാര്യ ഷൈമോള്, അവർ 2 കുഞ്ഞു കുട്ടികൾ ഉണ്ട് അവരുടെ കൂടെ. ആ കുട്ടികളെ എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വന്നു, സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ വന്നു. അവിടെ വന്നപ്പം ഭർത്താവിനെ മർദ്ദിക്കുന്ന കണ്ടു. ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോയതിൻ്റെ പിന്നാലെ അവർ പോവുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും പോകും, ഭാര്യയും മക്കളും അമ്മയും ഒക്കെ പോകുമല്ലോ. പോലീസ് ആരെ പിടിച്ചുകൊണ്ട് പോയാലും ശരി, പോലീസ് മർദ്ദനം ഉണ്ടാവും, അത് കള്ളക്കേസ് എടുക്കും എന്നൊക്കെ പൊതുജനങ്ങൾക്ക് ധാരാളം ആൾക്കാർ അങ്ങനെയാണ് കരുതുന്നത്. സത്യസന്ധമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോലീസുകാർ വളരെ വിരളമാണ് കേരളത്തിൽ. ഭർത്താവിനെ കൊണ്ടേ മർദ്ദിക്കും അറിയാവുന്നതിന് പിന്നാലെ വന്നപ്പം ഭർത്താവിനെ മർദ്ദിക്കുന്ന കണ്ടു. പോലീസ് സ്റ്റേഷനകത്ത് അവർ കയറി, അത് തടയാൻ ശ്രമിച്ചു. ഈ സമയത്ത് 2-3 വനിതാ പോലീസ് ഇവരെ തടഞ്ഞു വെച്ചു. അപ്പോഴിവർ വയലൻ്റായി നിൽക്കാം, അവരെ കൊച്ചുങ്ങളെ വലിച്ചെറിയാൻ ശ്രമിച്ചു എന്നാണ് SHO പറയുന്നത്. അയാളെ ഉപദ്രവിച്ചു എന്നും പറയുന്നുണ്ട്. അതൊന്നും CCTV ദൃശ്യത്തിൽ കാണാനില്ല. 2-3 വനിതാ പോലീസിൻ്റെ ഇടയ്ക്ക് വിഷമിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയെ നമുക്ക് കാണാം. അത് ഷൈമോള്. തൊട്ടപ്പുറത്ത് അവരുടെ ഭർത്താവിൻ്റെ ചുറ്റും പോലീസുകാർ നിൽക്കുന്ന കാണാം. ഭർത്താവിനെ മർദ്ദിക്കുന്ന ഇവർ കണ്ടു. അത് തടയാൻ ഇവർ ശ്രമിച്ചു. അത് ഭാര്യയുടെ കടമയാണല്ലോ. അപ്പൻ്റെയും അമ്മയുടെയും മക്കളുടെ അവരുടെ സഹോദരങ്ങളെ തൊട്ടാൽ അത് തടയാൻ അവർ ശ്രമിക്കും. അത് കുറ്റം പറയാൻ ഒക്കില്ല. അത് പോലീസ് സ്റ്റേഷനിലായാലും ശരി, കോടതിക്കകത്തായാലും ശരി, അങ്ങനെ ഒരു മർദ്ദനം കണ്ടിട്ടുണ്ടെങ്കിൽ അവർ തടയും. അതുകൊണ്ട് അവരുടെ പ്രവൃത്തിയെ നമുക്ക് ന്യായീകരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് അവർ 3 മാസം ഗർഭിണിയാണ്. അവരെ 3 വനിതാ പോലീസ് തടഞ്ഞു വെക്കുന്നു. ഈ സമയത്ത് അവർ തള്ളിക്കയറാൻ ശ്രമിച്ചപ്പം SHO അവരുടെ ചെകിട്ടിൻ്റെ അടിക്കുന്ന അടി കണ്ടു. അതോടുകൂടി അവർ താഴെ വീഴുന്നതും കാണാം. ആ SHO പിന്നീട് അയാളെ മറ്റു പോലീസുകാരെ പിടിച്ചു മാറ്റുന്ന കാണാം, പ്രതാപചന്ദ്രനെ. അയാൾ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഇവരുടെ ഭർത്താവിനെ വീണ്ടും പോയി മർദ്ദിക്കുന്നതും ദൃശ്യത്തിൽ കാണാം. 2024 ജൂൺ 20-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്, പോലീസ് സ്റ്റേഷനിനകത്ത് വെച്ച്. അന്ന് മുതൽ ഇവർക്കെതിരായിട്ടൊരു കേസ് പ്രതാപചന്ദ്രൻ എടുത്തു. ആ സ്ത്രീ CA മർദ്ദിച്ചതിന് കേസെടുത്തു. ആ പ്രതാപചന്ദ്രന് എന്ത് കേസാണ് അവരുടെ ഭർത്താവ് ബെഞ്ചോയ്ക്കെതിരായിട്ട് എടുത്തത് നമുക്ക് മനസ്സിലാകുന്നില്ല. അയാളൊരു കുറ്റവും ചെയ്തില്ല.
അവരുടെ ടൂറിസ്റ്റ് ഹോമിൻ്റെ മുമ്പിൽ ഒരാളെ മർദ്ദിക്കുന്നത്, അത് പിക്ചർ, അത് അയാൾ മൊബൈലിൽ അത് അയാൾ എടുത്തു എന്നുള്ളത് മാത്രം അതൊരു കുറ്റമല്ല, അത് അയാളുടെ കടമയാണ്. പൊതുജനങ്ങളെ മറ്റൊരാളെ ഉപദ്രവിക്കുമ്പോൾ അത് തടയാനുള്ള കടമ നമുക്കുണ്ട്. അത് പോലീസായാലും ആരായാലും ശരി. അത് ആ ഒരു സംഭവം കണ്ടത് ഒരു ഉത്തമ പൗരൻ എന്ന നിലയിൽ അതിൻ്റെ ഫോട്ടോ എടുത്തത് കുറ്റകരമല്ല. പക്ഷേ അതിനുശേഷം ചെയ്ത പ്രവൃത്തികളെല്ലാം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളായിട്ടേ കാണാൻ കഴിയുള്ളൂ. പ്രതാപേന്ദ്രൻ്റെ ഈ മർദ്ദിക്കുന്ന ദൃശ്യം അത് വളരെ വൈറലായി. മുഖ്യമന്ത്രി ആ ദൃശ്യം കണ്ടു. ഉടനെ മുഖ്യമന്ത്രി ഇതിന് നടപടിയെടുക്കാനുള്ള സന്ദേശം കൊടുത്തു DGPക്ക്. എറണാകുളത്തെ ആ സെൻട്രൽ റേഞ്ച് IG ഇയാളെ ഇപ്പം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇയാൾ ഇപ്പോഴേ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫറായി അരൂരിലേക്ക് മാറി. ഈ സംഭവത്തിന് ശേഷമായിരിക്കണം. ഈ CCTV ദൃശ്യം ലഭിക്കാതെ വന്നുകൊണ്ടാണ് ബെഞ്ചോ അതുപോലെ ഷൈമോളും ഹൈക്കോടതിയിൽ പോയി. കാരണം നേരത്തെ അവർ DGPക്ക് ചോദിച്ചു, ഇതിൻ്റെ ദൃശ്യം കൊടുത്തില്ല. പോലീസിൻ്റെ മേലധികാരികൾക്ക് പലർക്കും ചോദിച്ചു, കൊടുത്തില്ല. ഗവൺമെൻറ് ചോദിച്ചു, കൊടുത്തില്ല. മനുഷ്യാവകാശ കമ്മീഷനിലും പോയി, ലഭിച്ചില്ല. അതുകൊണ്ട് അവർ ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് അനുകൂലമായ വിധി വന്നു. അതിൻ്റെ ദൃശ്യം കൊടുക്കാൻ ഉത്തരവിട്ടു. ആ ദൃശ്യം കിട്ടിയപ്പോഴാണ് കേരളം ഞടുങ്ങിയത്. പോലീസ് സ്റ്റേഷനകത്ത് ഗർഭിണിയായ ഒരു സ്ത്രീയെ ഒരു SHO മർദ്ദിക്കുന്നത് നമുക്ക് കാണാം. കാരണം അങ്ങനെയുള്ള സ്ത്രീകൾക്കും അങ്ങനെ വരുന്ന ആൾക്കാർക്കും അവർക്കൊരു ആശ്വാസം പകർന്നു കൊടുത്ത് അവരൊക്കെ വേണ്ട ധൈര്യം കൊടുത്ത് അവരെ അവിടെ സ്വീകരിച്ച് അവരുടെ പരാതി കേട്ട് പരിഹാരം നിർദ്ദേശിക്കേണ്ട വ്യക്തിയാണ് ആ പോലീസ് സ്റ്റേഷൻ വന്ന ആ ഗർഭിണിയായ സ്ത്രീയെ തല്ലുന്നത്, അവർ ചേട്ടത്തടിക്ക് നമുക്ക് കാണാം. എന്തായാലും ഈ ഒരു പ്രശ്നം തീർച്ചയായിട്ടും പോലീസുകാർക്കൊരു പാഠമായിരിക്കണം. പോലീസ് സ്റ്റേഷനിൽ ഒരിക്കലും ഒരാളെ മർദ്ദിക്കരുത്. പക്ഷേ ഇവരാരും ഈ ഗുണ്ടായുസം കാണിക്കുന്ന ഈ പ്രതാപേന്ദ്രൻ ആരെങ്കിലും, എറണാകുളത്ത് ഇത്രമാത്രം ഗുണ്ടകളുണ്ട്, എത്ര പേരെ വെട്ടുന്നവരുണ്ട്, ആരെയെങ്കിലും തല്ലുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടോ? അതില്ല. പാവപ്പെട്ട നിസ്സഹായരായ ആൾക്കാരുടെ പുറത്ത് കുതിര കയറാൻ അറിയാം. എന്തിനാണ് ആ സ്ത്രീയെ മർദ്ദിച്ചത്? ഈ പ്രതാപേന്ദ്രൻ മദ്യപിച്ചിരുന്നു എന്നും വാർത്ത വരുന്നുണ്ട്. കാരണം പോലീസ് സ്റ്റേഷനിലുള്ളവർ നല്ലൊരു ശതമാനം ഇപ്പം കുടിക്കും, മദ്യപിച്ചാണ് ജോലി ചെയ്യുന്നത്. പണ്ട് അവരെയൊക്കെ സസ്പെൻഡ് ചെയ്തിരുന്നു, മെഡിക്കൽ പരിശോധന നടത്തിയിരുന്നു. സീനിയർ ഉദ്യോഗസ്ഥന്മാർ പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ച് രാത്രിയിലും പകലും ഏറ്റവും തിരക്കുള്ള സന്ദർഭത്തിലും അങ്ങനെയുള്ള സന്ദർഭത്തിൽ സീനിയർ ഉദ്യോഗസ്ഥന്മാർ പോലീസ് സ്റ്റേഷൻ സന്ദർശിക്കണം. അവിടുത്തെ പരിശോധനയ്ക്കൊന്നുമില്ല, ഇതുപോലെയുള്ള കുടിയന്മാരെ ബുക്ക് ചെയ്യണം. കാരണം പ്രതാപേന്ദ്രൻ മദ്യപിച്ചിരുന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് തെളിവൊന്നും ഉണ്ടാവില്ല. പ്രതാപേന്ദ്രനെ ഇപ്പം സസ്പെൻഡ് ചെയ്തു. ഏതായാലും ഇയാൾക്ക് ക്രിമിനൽ കേസിലെ പ്രതിയാവും. ഇയാളുടെ മുന്നോട്ടുള്ള വളർച്ച ഇനി ഉണ്ടാവില്ല. കാരണം അയാൾ റിട്ടയർ ചെയ്താലും ഈ കേസുമായിട്ട് നടക്കേണ്ടി വരും. ഇതിനകത്ത് സാക്ഷി ആവശ്യമില്ല. ആ സ്ത്രീയെ മർദ്ദിച്ചതിന് ഈ CCTV ദൃശ്യം മതി, ഡയറക്റ്റ് എവിഡൻസ് അല്ലേ. അതിനകത്ത് അതിന് കൂട്ടുനിന്ന പോലീസുകാരും വനിതാ പോലീസുകാരും അതുപോലെ സിവിൽ പോലീസ് ഓഫീസറും ഒക്കെ പ്രതിയാവും. കാരണം ഒരു പൗരനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുകയാണ്. അതിന് SHOയുടെ ഒപ്പം കൂട്ടുനിന്ന ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരും പ്രതികളാവും. വനിതാ പോലീസുകാർ തീർച്ചയായിട്ടും പ്രതിയാവും. കാരണം ഒരു സ്ത്രീയെ മർദ്ദിക്കാനായിട്ട് അവർ കൂട്ടുനിന്നു. SHO അടിച്ചിട്ട് അത് തടഞ്ഞില്ല. തടയാനുള്ള ബാധ്യത വനിതാ പോലീസുകാർക്കുണ്ട്. അവരും കൈ കഴുകി. അതിനകത്ത് തീർച്ചയായിട്ടും അവരും പ്രതിയാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കേരളത്തിൽ പല സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാം. 1 വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് ഹൈക്കോടതി കൊടുത്ത കേസിൽ ഇവർക്കൊരു പ്രതീക്ഷ ഉണ്ടായത്. അതോടുകൂടി കോടതി ആ ദൃശ്യം കൊടുക്കാനൊരു ഉത്തരവിട്ടു. അങ്ങനെ ആണ് നമ്മൾ ഈ ദൃശ്യം കാണുന്നത്. ഏതായാലും കൈക്കുഞ്ഞുമായി വരുന്ന 2 കുഞ്ഞുങ്ങളുമായി വരുന്ന ആ ഷൈമോൾ എന്ന് പറഞ്ഞ അവർ പോലീസിനെ CI മർദ്ദിച്ചു എന്ന് പറയാൻ നമുക്ക് ആ ഒരു ഡിഫൻസ് പോലീസ് എടുക്കുന്നത് അത് വളരെ മോശമായി പോയി. ആ സ്ത്രീ പിന്നെ എന്ത് ചെയ്യണം? പോലീസ് സ്റ്റേഷൻ ഭർത്താവിനെ മർദ്ദിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്ത് ചെയ്യും? അവരെ കുഞ്ഞു കൊച്ചുങ്ങളെ രണ്ടും വലിച്ചെറിയാൻ ശ്രമിച്ചപ്പോഴാണ് അവരെ താൻ അടിച്ചത് എന്ന് പറയുന്നു. വലിച്ചെറിയാൻ ശ്രമിച്ചെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും മാനസിക വിഭ്രാന്തി വന്നു കഴിഞ്ഞല്ലോ. ഭർത്താവിനെ മർദ്ദിക്കുന്ന കാണുകയല്ലേ അവർ.
ആ കൊച്ചുങ്ങളെ വനിതാ പോലീസ് എടുത്ത് മാറ്റണ്ടേ, അവരെ സ്വീകരിക്കണ്ടേ? ഇവർ പ്രഗ്നൻ്റ് അല്ലേ, കണ്ടാൽ അവർക്ക് മനസ്സിലാവില്ല വനിതാ പോലീസിന്. ഏതായാലും പൊതുവെ പോലീസിൻ്റെ ഇമേജ് പ്രതാപചന്ദ്രൻ്റെ ഈ നടപടി മൂലം കേരള പോലീസിൻ്റെ ഇമേജ് തകർന്നിരിക്കുന്നു. ഈ ഒരു കാശം ഡയറക്റ്റ് എവിഡൻസ് ആണ്. ഒരു സ്ത്രീയെ പോലീസ് സ്റ്റേഷനകത്തിട്ട് ഒരു കുറ്റവും ചെയ്യാതെ, അവരൊരു പരാതിയില്ല, അവർ പ്രതിസ്ഥാനത്തല്ല, ഒരു പരാതി കൊടുത്തിട്ടില്ല, തൻ്റെ ഭർത്താവിനെ പിടിച്ചുകൊണ്ട് പോയതിന് അതിനെ കാര്യം അന്വേഷിക്കാൻ വന്ന സ്ത്രീയെ മർദ്ദിക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പ്രതാപചന്ദ്രൻ്റെ സസ്പെൻഷനാണ്. അയാൾ ഇനി കേസിനകത്ത് പ്രതിയാവും. തിരിച്ച് കയറിയ തന്നെയും അയാളുടെ ശിഷ്ടകാല ജീവിതം അത് തീർച്ചയായിട്ടും നിയമയുദ്ധത്തിലേക്ക് പോകും. അത് ഇവർ രണ്ടുപേരും അത് വിടില്ല. രണ്ടുപേരും നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരാണ്. അപ്പം ദേഹത്ത് കൈവെക്കാനൊക്കെ തോന്നിയിട്ടുണ്ടാവും SHOയ്ക്ക്. അയാളുടെ നടപടി ഒരിക്കലും പോലീസ് അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും പണിഷ്മെൻ്റ് ഉണ്ടാവും. സർവീസിൽ നിന്ന് ചിലപ്പോൾ നീക്കം ചെയ്യാനുള്ള നടപടികളും ഉണ്ടാവും.